அந்த கழுவியை கொஞ்சம் எடுங்களே. இதோ அதோ இல்ல அந்த போன் கழுவிய சொன்னேன். ഹലോ. എന്റെ ജോലി സമയം കഴിഞ്ഞു, ഞാൻ നിർഗമിക്കുകയാണ്. അയ്യോ എന്റെ പൊന്ന് ജയബാല, ഒരു മിനിറ്റ്. ഞാൻ ആഗമിക്കുന്നതിന് മുമ്പ് നീ നിർഗമിക്കരുത്. ഇന്ന് പല്ലിയപ്പും കുളിയൊന്നും വേണ്ട. ഒരു മേലുദ്യോഗസ്ഥനാണ് പോലും കൃത്യനിഷ്ഠയില്ല. പല്ലി, ഞാൻ ഡ്യൂട്ടിക്ക് പോവാ. അയ്യോ പല്ല് തേച്ചിട്ട് പോകൂ. അത് ഡ്യൂട്ടിക്ക് ചെയ്തിട്ടുള്ള ആദ്യത്തെ ഡ്യൂട്ടി. നീ ആ ബ്രഷിംഗ് എന്റെ ബ്രഷ് കാണാത്തോണ്ട് അപ്പന്റെ ബ്രഷ് ഞാൻ എടുത്തു. തേച്ചിട്ട് ഇപ്പൊ തരാം. ഓട്ട കീറ് വെച്ചതാലോട്ടല്ലോ. അപ്പയുടെ സോപ്പ് സീപ്പ് എല്ലാം യൂസ് ചെയ്യുന്നുണ്ടല്ലോ, അതേപോലെ ഇതും. ഇത് നിന്റെ കുഴപ്പം കൊണ്ടല്ല. അല്ല അത് ഞാൻ 5 മിനിറ്റ് ലേറ്റ് ആയാൽ കൂക്കു ജയബാലൻ 1 മണിക്കൂർ ലേറ്റ് ആവും. ഞാനിനി ആരുടെ ബ്രഷ് എടുക്കും പോണ്ടാരം. ഇന്ന് പല്ല് തേക്കുന്നില്ല. ഓയ്യോ, സംരക്ഷക നിലയം മലയാളം. മലയാളത്തിന് എന്താ ഒരു കുഴപ്പം? ഒരു കുഴപ്പമില്ലല്ലോ. വൃത്താന്ത പത്രത്തിലെ വാർത്തകൾ മാത്രമല്ല, പരസ്യവാചകങ്ങളും സംയോജനം ചെയ്ത് അച്ചടിച്ച് പ്രസാദനം ചെയ്തവരുടെ പേരുകൾ വരെ 3 ആവർത്തി വായിച്ചു. എന്താ ജ്യേഷ്ഠ താമസിച്ചത്? കുഞ്ഞുട്ടി പരാധീനക്കാരനല്ലേ ഞാൻ. എല്ലാം ഒന്ന് സെറ്റപ്പ് ആക്കി അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് വേണ്ടേ ഇങ്ങോട്ട് ഡ്യൂട്ടിക്ക് വരാൻ. ഓ ആംഗലേയം എന്റെ കർണപുടങ്ങളെ തകർക്കുന്നു. ഈ ജിഹ്വ കൊണ്ട് ആ ഭാഷ ഉച്ചരിക്കില്ലെന്ന് എന്റെ പിതാവ് കുഴിത്തടത്തിൽ കുമാരപിള്ള മുൻഷി അദ്ദേഹത്തിന്റെ മരണക്കിടക്കയിൽ വെച്ചു കൊടുത്ത വാക്ക് ഞാൻ ഇന്ന് വരെ പാലിച്ചു പോന്നിട്ടുണ്ട്. നീ പാലിച്ച് അങ്ങേര് പരലോകം പൂകിയോ? സരള മനോഹരമായ മലയാള ഭാഷയെ തകർക്കുന്നത് ജ്യേഷ്ഠനെ പോലുള്ള കൂവമണ്ടൂഹ വിഡ്ഢികളാണ്. എന്തോന്ന് വിഡ്ഢികൾ? കൂവമണ്ടൂഹ വിഡ്ഢികൾ. അത് ചത്തുപോയ നിന്റെ തന്തേ നീയായിരിക്കും. ജ്യേഷ്ഠ, ഉള്ളി വെക്കേണ്ടിടത്ത് ഉരുളക്കിഴങ്ങ് തള്ളി കയറ്റിയാൽ ജ്യേഷ്ഠന്റെ തിരുവായി കീറിപ്പോവും. താമസിച്ചു വരുന്ന ഈ പരിപാടി ഇനി മുതൽ നടക്കില്ല. ജയബാല കുഞ്ഞൂട്ടി പരാധീനക്കാരനായതുകൊണ്ടാ അത് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. ഞാനൊരു 5 നിമിഷം താമസിച്ചു പോയാൽ ജ്യേഷ്ഠനോട് എന്ത് ഭൂകമ്പങ്ങളാണ് ഉണ്ടാക്കുന്നത്. അതും കുഞ്ഞൂട്ടി പരാധീനക്കാരനോ? എന്നാൽ പിന്നെ ഇനി ഒരു കാര്യം ചെയ്യും, ജ്യേഷ്ഠൻ ഇവിടെ രാത്രി പണിയെടി, പകൽ പണി ഞാൻ ചെയ്യാം. കാശ് കടയുന്നത് പകൽ പണിക്കല്ലേ? എടാ റോഡ് ബീഡിക്കുറ്റിയും പറക്കി തേരാ പാര തെണ്ടി കിടന്ന് നിനക്ക് ഇവിടുത്തെ മാനേജർ മമ്മി മേനോന്റെ കയ്യും കാലും പിടിച്ച് സെക്യൂരിറ്റി പണി വാങ്ങിച്ചെന്നവൻ ഞാനാ. ഞാൻ രാത്രി പണിയണമെന്ന്. നന്ദി വേണോടാ, നന്ദി. നന്ദി. ജോലി വാങ്ങിച്ചു തന്ന അന്ന് രാത്രി തന്നെ ഇങ്ങനെയും തള്ളി കേട്ടി തന്നല്ലോ. ഞാൻ ഇങ്ങനെയൊക്കെ ആവുന്നതേ കുഞ്ഞുകുട്ടി പരാധീനങ്ങൾ ഉള്ളതുകൊണ്ടാ. ബാക്കി പരാധീനങ്ങളൊക്കെ വൈകിട്ട് വന്നിട്ട് കേൾക്കാം. എനിക്കിപ്പോ സമയമില്ല. എനിക്ക് കയറേണ്ട ഷഷ്ടചക്ര ദീർഘചതുര ബഹുജന യാത്രാ ശകടം പോവും. എന്തോന്ന്? ഷഷ്ടചക്ര ദീർഘചതുര ബഹുജന യാത്രാ ശകടം. ജയബാല, ബസ് എന്ന് പറഞ്ഞാ പോരെ? പോരാ, എനിക്ക് നീളത്തിൽ തന്നെ പറയണം. എന്നാ പിന്നെ ട്രെയിൻ എന്ത് പറയും? തീവണ്ടി. മോളെ, അച്ഛൻ വരെ ഇനി വൈകൂ? ഒരാഴ്ച കഴിയും. ആണോ? എന്നാലേ എന്റെ റിസ്കിൽ ഈ പണം തരാം. ദേ ഇവിടെ നോപ്പിട്ടെ. ഇവിടെ പൈസ മേടി, ചെക്ക്. என்ன சேகரா, லெட்டர் படிச்சிட்டு இருக்கே? லவ் லெட்டரா? இல்ல, டெல்லியில பார்லமெண்ட் செக்யூரிட்டியில ஒரு அப்பாயின்மெண்ட் கிடைச்சிருக்கு. அப்படியா? அப்படிதான். ഭാര്യ വസുമതി എഴുതുന്നത് എന്തെന്നാൽ നിങ്ങൾ അയച്ച പണം ഇതുവരെ എന്റെ കയ്യിൽ കിട്ടിയില്ല. വീട്ടിലെ ചെലവിന് പണമില്ല. എത്രയും പെട്ടെന്ന് പണവുമായി വരണം. സ്വന്തം വസു. മോളുടെ കളിപ്പാട്ടം. അമ്മയ്ക്ക് മുറുക്ക. പഴങ്ങളുടെ സീസൺ അല്ലേ, അതുകൊണ്ടാ വെറ്റില പഴുത്തു പോയത്. എന്റെ അമ്മയെ കട അടച്ചു പോയി. അടുത്ത തവണ വരുമ്പോ നല്ല വെറ്റില വാങ്ങിച്ചോണ്ട് വരാം. അച്ഛന്റെ മക്കള് നന്നായിട്ട് പഠിക്കുന്നുണ്ടോ? ഞാൻ നന്നായിട്ട് പഠിക്കുന്നുണ്ട്. ഈ ഉണ്ണിക്കുട്ടനെ എപ്പോഴും കളിയാ. ഇവള് വെറുതെ പറയാ. ഞാനും നന്നായിട്ട് പഠിക്കും, എന്നിട്ട് അച്ഛനെ പോലെ വലിയ ഓഫീസറാവും.
അമ്മ എവിടെ മക്കളെ? അടുക്കളയിലെങ്ങാനും കാണോ മൂദേവി? എന്തൊരു ദാഹം. ഇച്ചിരി വെള്ളം കുടിച്ചിട്ട് വരാം. ചെല്ല് ചെല്ല്, ദാഹം കാണും. ഞാനാ വസുമതി. പിള്ളേര് കാണും. നിങ്ങൾക്ക് ഞാനോ നിങ്ങളുടെ അമ്മയോ ആരാ വലുത്? പൂമുഖവാതുക്കൽ സ്നേഹം വിതയ്ക്കുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ. പൂമുഖവാതിക്കലല്ല, ഈ അടുപ്പിൻ ചോട്ടിലോ. എന്നാലും സ്നേഹം പല ടേസ്റ്റിലും നീ എനിക്ക് വിളമ്പി തരുന്നല്ലോ വസു. എന്നാലേ ഇനി മണിയോട് എന്റെ പേർക്ക് അയച്ചാ മതി. അതെന്താ വസു? ഇത്രയും നാളും സ്വന്തം അമ്മയുടെ പേർക്കല്ലേ അയച്ചത്. ആ. വീട്ടു ചെലവിന് ഒരു ചില്ലി പൈസ പോലും ആ കളവി തരില്ല. നിങ്ങൾ അയക്കുന്ന കാശ് മുഴുവൻ കളർ ടി വി വാങ്ങാൻ കൂട്ടി വെച്ചിരിക്കാ. വിശക്കുമ്പോ ടി വി പുഴുങ്ങി കൊടുത്താ മതിയോ? അയ്യോ വേണ്ട, അവർക്ക് വയറളവും. ഒരു നേരം പോലും ആ തള്ള ചുമ്മാ ഇരിക്കില്ല. അച്ഛാ, അച്ഛാ കേക്ക് കൊണ്ടുവന്നില്ലേ അച്ഛാ? അയ്യോ അച്ഛൻ മറന്നുപോയി മക്കളെ. ആ എയർ ബാഗ് ഇരിപ്പുണ്ട്, രണ്ടുപേരും കൂടെ എടുത്തു. വാ. ആ. എന്നെയും പിള്ളേരെയും ചേട്ടന്റെ ജോലി സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ? അടുത്ത പ്രൊമോഷൻ ആവട്ടെ, അപ്പോഴേക്കും എനിക്ക് പുതിയ AC ക്വാർട്ടേഴ്സ് കിട്ടും. അപ്പൊ നടക്കൂല എന്നർത്ഥം. നമ്മൾ അവിടെ ആയാൽ വയസ്സായ അമ്മ ഇവിടെ ആര് നോക്കും? വേറെ 5-6 മക്കളുണ്ടല്ലോ, അവര് നോക്കട്ടെ. എടീ മണ്ടി, വയസ്സുകാലത്ത് അമ്മ ആര് സംരക്ഷിക്കുന്നോ ആ മകനാണ് അമ്മയുടെ കാലശേഷം ഈ വീടും പറമ്പും എന്നുള്ള സത്യം നിനക്ക് അറിയരുതോ? അതുകൊണ്ടല്ലേ ഈ മാരണത്തിനെ ഞാൻ സംരക്ഷിക്കുന്നത്. നിങ്ങൾ ആള് വേന്ദ്രനാ. അതെന്താണോ നിനക്ക് മനസ്സിലായത്? പെറ്റ തള്ളയായി പോയി, അല്ലെ ഞാൻ എന്നെ അവർക്ക് എലിവിഷം വെച്ചേനെ. ആരാടാ എലിവിഷം വെക്കണത്? അയ്യോ, ഏ? എലിവിഷവും പുലിവിഷവും ഒന്നും അല്ല. അമ്മയ്ക്ക് കളർ ടെലിവിഷൻ വാങ്ങിക്കുന്ന കാര്യമാ പറഞ്ഞേ. നിക്കടാ, എന്താടാ വായില്? നീ എന്താടാ വിളിച്ചേ? ഞാനൊന്ന് കാണട്ടെ, എന്നെ ഒന്ന് കാണിച്ചേ, എന്നോട് നോക്കച്ചാ. ലഡുവും കേക്കും. പണ്ടാട്ടിക്ക് മക്കൾക്ക് ഇതൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ നിനക്ക് അറിയല്ലേ? പെറ്റതള്ളക്ക് വായ വേറുണ്ടെന്നൊരു ചിന്ത അവനില്ല. അമ്മേ, വിത്ത് ഗുണം 10 ഗുണം. തന്തയുടെയും തള്ളയുടെയും സകല വൃത്തിയായിട്ട് സ്വഭാവം 2 കിട്ടിയിട്ടുണ്ട്. ആർക്കും ഒരു വസ്തു കൊടുക്കൂല. അസത്തക്കളി. എന്നാ ഞാൻ ഇവന്മാരൊന്ന് കണ്ടിട്ട് തന്നെ. എന്റെ ദൈവമേ. എത്രയോ നല്ല ആളുകള് ഓരോ ആപത്തിൽപ്പെട്ട് ചാവുന്നു. ഇതിനെയൊന്നും ഒരു കാലനും വേണ്ടല്ലോ എന്റെ ദൈവമേ. ഇതൊക്കെ 5-6 പാ ചവിട്ടി കീറിയിട്ടേ ഈ ഭൂമിയിൽ നിന്ന് പോകും എന്റെ വല്യ. അല്ലയോ? ഏത് വല്ലി? ഞാൻ അങ്ങനെ വിളിച്ചു. വിളിച്ചു. അങ്ങനെ ഞാൻ പലതും വിളിക്കും, വല്ലിന്നും വസുന്നും ഒക്കെ. അപ്പൊ അടുത്ത മണിയോട് ആരെ പേരില്ല? വല്ലിക്ക് വല്യുസുനെ. അതാരാ? എടി മണ്ടി, അതൊക്കെ നീ തന്നെ. അയ്യോ, ഞാനൊരു കാര്യം പറയാൻ മറന്നു. ഓർമ്മിക്കൂ. കമലേശമംഗലത്തെ സതീശൻ ചേട്ടന്റെ ജോലി സ്ഥലത്തെ അഡ്രസ് ചോദിച്ചിരുന്നു. അയാളുടെ മോള് സവിതയ്ക്ക് അടുത്ത മാസം അവിടെ ഒരു ഇന്റർവ്യൂ ഉണ്ട് അത്രേ. പരിചയമുള്ള ഒരാളുണ്ടെങ്കിൽ അത്രയും സഹായം ആവുമല്ലോ. നീ നാട്ടുകാർക്ക് മുഴുവൻ എന്റെ അഡ്രസ് എഴുതി കൊടു. എന്നിട്ട് അവർക്കൊക്കെ ആശുപത്രി ഓപ്പറേഷന് പോകാനും ഇന്റർവ്യൂവിന് കൂട്ടുപോകാനും പോയി എന്റെ പണി പള്ളിപ്പുറത്താവും. ശമ്പളം കിട്ടുന്ന കാശ് വലിഞ്ഞേറി വരുന്നവർക്ക് പുട്ടും കടലയും തട്ടുദോശയും വാങ്ങിക്കൊടുത്ത് എന്റെ കീശ തരിച്ചായാൽ മാസാമാസം നിനക്കൊക്കെ തിന്നാനായിട്ട് ഞാൻ എന്തോന്നെടുത്ത് മണിയോർ അയക്കും. സഹായിച്ച് കക്ഷത്തിലിരുന്ന് പറന്നും പോവും, ഉത്തരത്തിലിരുന്ന് കിട്ടാനും പോകുന്നില്ല. ശൂളം അടിച്ച് കിടക്കേണ്ടി വരും. സ്വന്തം നാട്ടിലോ രക്ഷയില്ല, അന്യനാട്ടിൽ പോയി മാന്യമായിട്ട് ജീവിക്കാന്ന് വെച്ചാൽ അതും സമ്മതിക്കില്ല. സിറ്റിംഗ് ബ്രാഞ്ച് നോ കട്ട്. ഇരിക്കുന്ന കൊമ്പതി മുറിക്കരുത്. ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ. സത്യമായിട്ടും ചേട്ടന്റെ അഡ്രസ് ഞാൻ ആർക്കും കൊടുക്കില്ല. നീ വിഷമിക്കാണ്. നിനക്ക് എന്റെ ജോലിയെ പറ്റി അറിയാൻ മേലാഞ്ഞിട്ട്. ഒരു സെക്യൂരിറ്റി ഓഫീസർ എന്ന് പറഞ്ഞാൽ പോലീസ് ഐജിയെക്കാളും പവറാണ്.